ஹைரேஞ்சில் பல்வேறு தேவாலயங்களுக்கு நேராக தாக்குதல் நடத்தப்பட்டுள்ளது. அதிகாலையில்தான் குருசடிகளுக்கு நேராக தாக்குதல். குருசடிகளுக்கு நேராக கல்லுகளால் எறிந்து கண்ணாடிகள் உடைக்கப்பட்டுள்ளன. காவல்துறை அதிகாரிகள் விசாரணையை தொடங்கியுள்ளனர். அதிகாலையில் விசுவாசிகள் பிரார்த்தனைக்காக வந்தபோதுதான் குருசடியில் சேதப்படுத்தப்பட்ட விவரம் வெளி உலகம் அறிவது. கட்டப்பனை சென்ட் மேரிஸ் ஆர்த்தடாக்ஸ் தேவாலயம் இடுக்கி கவலையில் குருசடியின் சேதப்படுத்தப்பட்டுள்ளது. இதுதான் முதலில் வெளியுலகம் அறிவது. பின்பு நரியன்பாறை சென்ட் மேரிஸ் ஆர்த்தடாக்ஸ் தேவாலயத்தின் 20 ஏக்கரில் உள்ள குருசடி அருகில் போர்ச்சுகல் ஆசிரமத்தின் முன்பாக கிராட்டோ புளியன்மலை சென்ட் ஆண்டனிஸ் தேவாலயத்தின் 2 இடங்களில் உள்ள குருசடி, கம்பமெட்டு மூங்கில்பள்ளம் சென்ட் மேரிஸ் ஆர்த்தடாக்ஸ் தேவாலயம், பழைய கோச்சரா சென்ட் ஜோசப் சென்ட் மேரிஸ் தேவாலயம், சோட்டுக்குழி சென்ட் மேரிஸ் தேவாலயம் போன்ற இடங்களில் உள்ள കുരിശടികൾ தான் சேதப்படுத்தப்பட்டுള്ളത്. ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവങ്ങൾ നടന്നത് എന്ന് മനസ്സിലാക്കുന്നു. സഭയുടെ 20 ഏക്കറിലുള്ള കുരിശുംതൊട്ടി, കട്ടപ്പന ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ഈ കുരിശുംതൊട്ടി, അതുകൂടാതെ പഴയകൊച്ചറ പള്ളിയുടെ കുരിശുംതൊട്ടികൾ, കമ്പമേട്ട് പള്ളിയുടെ കുരിശുംതൊട്ടി, ഇത്രയും കുരിശുംതൊട്ടികളിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ അതിൻ്റെ ചില്ലുകളൊക്കെയും എറിഞ്ഞ് തകർത്തതായിട്ടാണ് കാണുന്നത്. ഇത് എൻ്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ സാമൂഹ്യ വിരുദ്ധരെ, ഇപ്രകാരം ചെയ്ത സാമൂഹ്യ വിരുദ്ധരെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നിലവിൽ അറിയുവാനായിട്ട് സാധിക്കുന്നത്. புளியன்மலை அமல மனோகரி குருசடி சேதப்படுத்தப்பட்டு 1.25 மணிக்கு இருசக்கர வாகனத்தில் வந்த ஒரு நபர் கல்களால் எரியக்கூடிய சிசிடிவி காட்சிகள் காவல்துறை கிடைத்துள்ளது. ஹோல்டு. எல்லா குருசடிகளும் இதேபோன்றுதான் கல்கள் பயன்படுத்தி எரிந்து சேதப்படுத்தியுள்ள சம்பவத்தில் വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർ എതിർപ്പുடன் മുൻവന്നുള്ളனர். വളരെ സമാധാന അന്തരീക്ഷത്തോടുകൂടി കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി ജീവിക്കുന്ന ഒരു മേഖലയാണ് ഇവിടെ. ഈ ഒരു സാഹചര്യത്തിന് കളങ്കം വരുത്തക്ക രീതിയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ ഇന്നലെ രാത്രിയുടെ മറവിൽ ഈ കുരിശുപള്ളിക്ക് നേരെ കല്ലെറിയുകയാണ് ഉണ്ടായത്. ഇവിടെ മാത്രമല്ല, സമാനമായ ഈ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലയിൽ പുളിയന്മല, മൂങ്കിപ്പള്ളം, അതുപോലെ തന്നെ കമ്പമെട്ട്, ഇങ്ങനെ ചേറ്റുകുഴി, അങ്ങനെ 3-4 കുരിശുപള്ളികൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പോലീസ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ CC ക്യാമറയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഒരു കോട്ടിട്ട ഒരു ബൈക്കുധാരിയായിട്ടുള്ള ഒരാൾ ഇന്നലെ രാത്രിയുടെ മറവിൽ വന്ന് എറിയുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇത് അപ്പോൾ വളരെ ബോധപൂർവമായി തന്നെ ഒരു ഹിഡൻ അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിൽ കുരിശുപള്ളിക്ക് നേരെയുള്ള ആക്രമണം നടന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇലക്ഷൻ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമാധാനപരമായ അന്തരീക്ഷം തകർത്തുകൊണ്ട് ആളുകൾക്കിടയിൽ വലിയൊരു ഭിന്നത ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനമാണ് ഈ പോലീസ് ശ്രമമാണ് ഈ ഹീനപ്രവൃത്തി ചെയ്ത ആളുകളുടെ മേൽ നിന്നുണ്ടായിരിക്കുന്നത്. വളരെ അടിയന്തരമായി ഈ കുറ്റവാളികളെ കണ്ടെത്തുകയും ഇവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമനടപടികൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുവാനുള്ളത്. குருசடிகளுக்கு அருகில் உள்ள சிசிடிவிகளை மையமாக வைத்து கூடுதல் விசாரணை நடத்தி குற்றவாளிகளை பிடிக்கும் முயற்சியில் தான் காவல்துறை இறங்கியுள்ளது. நியூஸ் பீரோ, கட்டப்பனை.